ഇത് ഇത്ര എളുപ്പമാണ് ഉണ്ടാക്കാമെന്ന് എനിക്കറിയില്ലായിരുന്നു. പണ്ട് ക്രീം ബണ്ണെന്ന് പറഞ്ഞ് ഒരുപാട് വാങ്ങി കഴിച്ചിട്ടുള്ളതാണ്. ഇതിലിപ്പോൾ ക്രീമിന് പകരം ബട്ടർ, അപ്പം അതിൻ്റെ പേര് ബൺ മസ്ക എന്നായി. എന്തായാലും ഞാനൊന്ന് ഉണ്ടാക്കി നോക്കി. അപ്പം അതിന് കുറച്ച് ബട്ടർ എടുത്തു, നന്നായി ബീറ്റ് ചെയ്തു, കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു, ബീറ്റ് ചെയ്തു. പക്ഷെ മധുരം പോരാ, വീണ്ടും ഒഴിച്ചു. 2 ഡ്രോപ്സ് വാനില എസൻസ് ചേർത്തു, ബീറ്റ് ചെയ്തു. അതിനെ അങ്ങോട്ട് മാറ്റി വെച്ചു. നമ്മുടെ ബണ്ണിനെ എടുത്ത് നെയ്യിലൊന്ന് ജസ്റ്റ് ചൂടാക്കിയെടുത്തു. ബണ്ണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടി. അപ്പോൾ അതിന് നല്ല ശ്രദ്ധിച്ചൊന്ന് കട്ട് ചെയ്യാം. 2 പീസാവരുത്. ഇനിയിപ്പോൾ 2 പീസായപ്പോൾ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ബട്ടർ ക്രീമിനെ അത്യാവശ്യം നല്ല തിക്നെസ്സോടുകൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ബൺ ക്ലോസ് ചെയ്തു. ബാക്കിയുള്ള 2 ബണ്ണിലും ഇത് തന്നെ ചെയ്തു. പിന്നെ അങ്ങോട്ട് നേരെ കടിച്ച് തിന്നാൽ മതി. പക്ഷേ വീഡിയോ അല്ലേ, കുറച്ച് ഭംഗിപ്പെടുത്തൽ വേണ്ടേ? അപ്പം അതിന് വെറുതെ ക്യാമറയുടെ മുന്നിൽ വെച്ചൊന്ന് പൊട്ടിച്ച് കാണിച്ചു. ഇനി പെട്ടെന്ന് കഴിക്കണം എന്നുള്ളവരാണെങ്കിൽ നെയ്യിലൊന്ന് ബണ്ണിനെ ചൂടാക്കി എടുക്കണം. ആ ഒരു പ്രോസസ്സ് ഒന്ന് സ്കിപ്പ് ചെയ്തു. ഇനി ഇവനൊന്ന് കഴിക്കണം. വെറുതെ പറയാമെന്ന് വിചാരിക്കരുത്, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു.